ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് ചോറിനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. വലിയ ആർഭാടമായ വിഭവങ്ങളൊന്നും അല്ല. ഇത് നമ്മുടെ കപ്ലങ്ങയില്ലേ, പപ്പായ തോരൻ അഥവാ കർമൂസ, പിന്നെ പല പേരുകളിലാണ് നമുക്കിവനെ അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ തോരനായിട്ട് നമ്മൾ പപ്പായ കേട്ടോ ഒന്ന് തോരൻ വെച്ചത്. ഞാൻ തേങ്ങയൊന്നും ഒതുക്കിയിട്ടിട്ടല്ല വെക്കുന്നത്, വെറും മെഴുക്ക് വരട്ടി. ഞാനിപ്പോൾ ഇന്ന് കരണ്ടടുപ്പിലാണ് കേട്ടോ ചോറ് വെക്കണത്. അപ്പോൾ അരി തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും. അപ്പോൾ നമുക്ക് വലിയ കരണ്ടിന് ചിലവോ ഗ്യാസ് ചിലവൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അടുത്തത് നമുക്ക് വത്തലാട്ടോ, നത്തോലി, ഒഴുക, ഇങ്ങനെ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടും ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ, കുഞ്ഞുമീനൊക്കെ. അപ്പം അത് പീര വെക്കാൻ വെച്ചു. പിന്നെ അതാ ഞാൻ മത്തി വെട്ടി വെച്ചിട്ടേ ഉള്ളൂ, കഴുകി വൃത്തിയാക്കിയിട്ടില്ല. അതാ നല്ല പനിഞ്ഞലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തിക്ക് ഇത് പൊരിക്കാമെന്ന് വെച്ചു കണ്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നത്തോലി മീൻ പീര വെക്കാൻ പോവുക കേട്ടോ. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുടംപുളി. എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി നമ്മൾ ഓവറായിട്ട് പിന്നെ ഇളക്കരുത് കേട്ടോ. ഓവറായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനാകെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കണ്ടോ. ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്മി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പർ മീൻ പീര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ. ഇതാ ഇവിടെ നമ്മുടെ മത്തി ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചതിന് ശേഷം തിരുമ്മി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.